മെസ്സി കുളിപ്പിച്ച കുഞ്ഞ് ഇന്ന് ലോകകപ്പ് ഫൈനലിൽ മെസ്സിയുടെ എതിരാളി. ഫുട്ബോൾ ലോകത്ത് ചില കഥകൾ യാഥാർത്ഥ്യത്തെക്കാൾ മനോഹരമായ സിനിമാ തിരക്കഥ പോലെ തോന്നും. അത്തരമൊരു കഥയാണ് ഇന്ന് ലോകം മുഴുവൻ സംസാരിക്കുന്നത്. 2007 ക്യാമ്പ് നൗവിലെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ചാരിറ്റി ഫോട്ടോഷൂട്ടിനിടെ അന്നത്തെ 20-കാരനായ ലയണൽ മെസ്സി തന്റെ കൈകളിൽ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തു. ഒരു ചെറിയ ബേബി ബാത്ത് ടബിൽ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ചിത്രവും എടുത്തു. അന്ന് ആർക്കും അറിയില്ലായിരുന്നു ആ കുഞ്ഞ് ഒരു ദിവസം ലോക ഫുട്ബോളിലെ തന്നെ അടുത്ത സൂപ്പർ താരമാകുമെന്ന്. ആ കുഞ്ഞായിരുന്നു ലാമിൻ യമാൽ. ഇന്ന് ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ കുഞ്ഞും അവന്റെ വിഗ്രഹമായിരുന്ന മെസ്സിയും ലോകകപ്പ് ഫൈനലിൽ നേർക്കുനേർ ഇറങ്ങുകയാണ്. ഇതിലും വലിയ സിനിമാറ്റിക് കഥ ഫുട്ബോളിനെ എഴുതാൻ കഴിയുമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫൈനലിനെ കുറിച്ചല്ല, 2 തലമുറകൾ ഏറ്റുമുട്ടുന്ന ഒരു ചരിത്ര നിമിഷത്തെക്കുറിച്ചാണ്. ഒരു വശത്ത് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി, മറ്റൊരു വശത്ത് ലോകം അടുത്ത മെസ്സി എന്ന് വിളിക്കുന്ന ലാമിൻ യമാൽ. ഈ കഥ തുടങ്ങുന്നത് 2007 സ്പാനിഷ് പത്രമായ ഡിയാറോ സ്പോർട്ടും യൂണിസെഫും ചേർന്ന് നടത്തിയ ഒരു ചാരിറ്റി കലണ്ടർ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കാൻ ഭാഗ്യശാലികളായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു യമാലിന്റെ കുടുംബം. അന്ന് ബാഴ്സലോണയുടെ യുവതാരമായിരുന്നു മെസ്സി. അദ്ദേഹമായിരുന്നു ഫോട്ടോഷൂട്ടിലെ പ്രധാന താരം. മെസ്സിയുടെ കൈകളിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ ബാത്ത് ടബിൽ കുളിപ്പിക്കുന്നതുമായ ചിത്രങ്ങളാണ് പിന്നീട് ചരിത്രമായി മാറിയത്. അന്ന് അതൊരു സാധാരണ ഫോട്ടോ മാത്രമായിരുന്നു. ഇന്ന് അത് ഫുട്ബോളിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ്. 2024 ഈ ചിത്രം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. മെസ്സി കുളിപ്പിച്ച കുഞ്ഞ് ഇപ്പോൾ ബാഴ്സലോണയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന തലക്കെട്ടുകളായിരുന്നു എല്ലായിടത്തും. ലാമിൻ യമാലും ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മെസ്സി തന്റെ ബാല്യകാല ഹീറോ ആണെന്നും അദ്ദേഹത്തിനെതിരെ കളിക്കുന്നത് തന്നെ വലിയ ബഹുമതിയാണെന്നും യമാൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ലോകകപ്പ് ഫൈനൽ, അർജന്റീന, സ്പെയിൻ, മെസ്സി, യമാൽ. ഒരു തലമുറ വിട പറയാൻ ഒരുങ്ങുന്നു. മറ്റൊരു തലമുറ ലോകത്തെ നയിക്കാൻ തയ്യാറെടുക്കുന്നു. മെസ്സിക്ക് ഇത് വെറും മറ്റൊരു ഫൈനലല്ല, അത് അദ്ദേഹത്തിന്റെ അവസാന ലോകകപ്പ് ആയേക്കുമെന്നാണ് പലരും കരുതുന്നത്. 2022 ലോകകപ്പ് നേടി ചരിത്രം പൂർത്തിയാക്കിയ മെസ്സി ഇപ്പോൾ തുടർച്ചയായ ലോകകപ്പിൽ നേടുന്ന അപൂർവ റെക്കോർഡിലേക്ക് നോക്കുകയാണ്. അർജന്റീനയും തുടർച്ചയായ ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്നു. അതേസമയം സ്പെയിനിന് മുന്നിൽ നിൽക്കുന്നത് 19-കാരനായ ലാമിൻ യമാൽ. പ്രായം വെറും 19, പക്ഷേ കളി കണ്ടാൽ വർഷങ്ങളുടെ പരിചയമുള്ള താരമാണെന്ന് തോന്നും. ഡ്രിബ്ലിംഗ്, സ്പീഡ്, വിഷൻ, പാസിംഗ്, പ്രഷറിലും ശാന്തത എല്ലാം ചേർന്നാണ് ഇന്ന് ലോകം അദ്ദേഹത്തെ ഫുട്ബോളിന്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഫൈനൽ മറ്റൊരു പ്രത്യേകതയും നൽകുന്നു. മെസ്സിയും യമാലും ആദ്യമായി പരസ്പരം മത്സരിക്കുന്നത് നേരിട്ട് ലോകകപ്പ് ഫൈനലിലാണ്. സാധാരണ ക്ലബ് ഫുട്ബോളിലോ സൗഹൃദ മത്സരത്തിലോ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ, അതും ലോകകപ്പ് കിരീടത്തിനായി. ഇതിനേക്കാൾ വലിയ അരങ്ങ് വേറെയില്ല. ഇവിടെ ഒരു മനോഹരമായ പ്രതീകാത്മകതയുമുണ്ട്. 2007 മെസ്സി ഒരു കുഞ്ഞിനെ കൈകളിലെടുത്തു. 2026 ആ കുഞ്ഞ് തന്നെ മെസ്സിയുടെ കിരീട സ്വപ്നത്തിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. സമയം എത്ര വേഗമാണ് സഞ്ചരിക്കുന്നത്. ഫുട്ബോളിൽ നമ്മൾ എപ്പോഴും താരതമ്യങ്ങൾ നടത്താറുണ്ട്. പെലെയ്ക്ക് ശേഷം മറഡോണ, മറഡോണയ്ക്ക് ശേഷം മെസ്സി, മെസ്സിക്ക് ശേഷം ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഏറ്റവും ശക്തമായ ഉത്തരങ്ങളിൽ ഒരാളാണ് ഇന്ന് ലാമിൻ യമാൽ. പക്ഷെ യമാലിന് മറ്റൊരു മെസ്സിയാകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് സ്വന്തം ചരിത്രം എഴുതാനാണ് അവസരം. അതേസമയം മെസ്സിക്കും ഇത് വികാരഭരിതമായ മത്സരമാണ്. ഒരു കാലത്ത് കൈകളിലെടുത്തിരുന്ന കുഞ്ഞ് ഇന്ന് എതിർവശത്ത് ലോകകപ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്ന സൂപ്പർ താരം. ഇതുപോലൊരു കഥ ഒരു പക്ഷേ മെസ്സി പോലും പ്രതീക്ഷിച്ചിരിക്കില്ല.